കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ മുമ്പേ പറഞ്ഞു 5 സെന്റിമീറ്റർ ആണ് താഴ്ത്തി പറഞ്ഞു. നമ്മളൊരു കൊച്ചു കുട്ടിയുടെ മുകളിൽ മുതിർന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവന്റെ വാരിയിലൂടെ ശ്വാസോച്ഛ്വാസം കയറും. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കൈയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ അതേസമയം ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ അതേ പൊസിഷനിൽ നമ്മൾ പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്? 2 വിരലാണ് ഉപയോഗിക്കേണ്ടത്. 15 കംപ്രഷൻ 2 ബ്രീത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 30 കംപ്രഷൻ 2 ബ്രീത്ത് കൊടുക്കാം. പക്ഷേ ഇവനെ നമ്മൾ എങ്ങനെ വിളിച്ചുണർത്തും? ഇവനെ നമുക്ക് തട്ടി വിളിക്കാൻ പറ്റുമോ? തോളിൽ തട്ടാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ കുഞ്ഞിന്റെ കാൽവെള്ളയിലാണ് നുള്ളേണ്ടത്. കാൽവെള്ളയിൽ നല്ലതുപോലെ നുള്ളി കഴിഞ്ഞാൽ കുഞ്ഞ് കരയും. ഇനി കുഞ്ഞിന് ചോക്കിംഗ് ആണ് വന്നതെന്ന് വിചാരിക്കുക, കുഞ്ഞിന്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി, അങ്ങനെ വരികയാണെങ്കിൽ നമ്മളാണ് ഇതുപോലെ കസേരയിലോട്ട് ഇരുന്നിട്ട് നമ്മുടെ കാൽമുട്ട് താത്തി വെച്ചേക്കണം. എന്നിട്ട് അവന്റെ വായിൽ 2 വിരൽ വെച്ചിട്ട് മാക്സിമം താത്തിട്ടിട്ട് ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ നമ്മൾ ഈ ഹീൽ ഓഫ് ദ പാൻ വെച്ചിട്ട് ഫ്ലാപ്പിംഗ് മെത്തേഡ് 5 അടി ഇങ്ങനെ നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ എന്താണ് ആ സാധനം പുറത്തേക്ക് വരും. ഇനി അതൊരു കുട്ടിയോ പ്രായമുള്ള ഒരു മുതിർന്ന ഒരാളാണെങ്കിൽ ചോക്കിംഗ് ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ കഴുത്തേൽ ഇങ്ങനെ കൈ പിടിച്ചിരിക്കും, സംസാരിക്കത്തില്ല, കണ്ണൊക്കെ തെളി നാക്കൊക്കെ പുറത്തോട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ആളെ ചെയ്ത് നമ്മൾ അയാളുടെ മുട്ടുകാലിന്റെ ഇടയ്ക്ക് നമ്മുടെ കാല് കയറ്റിയിട്ട് ഒരു കൈ കൊണ്ട് അയാളെ ചുറ്റി പിടിക്കും. എന്നിട്ട് മാക്സിമം നമ്മൾ കുനിച്ചങ്ങ് നിർത്തും. നിർത്തിയതിനു ശേഷം ഈ 2 ഷോൾഡർ ബ്ലേഡുകൾക്കിടയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഹീൽ ഓഫ് ദ പാൻ മെത്തേഡ് സ്ലാപ്പിംഗ് മെത്തേഡ്, അതായത് നമ്മൾ ഇങ്ങനെ ശക്തിയായിട്ട് 5 അടി നമ്മൾ അടിക്കണം. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധനമാണെങ്കിൽ പുറത്തേക്ക് വരും. എന്നിട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത നമ്മുടെ പവർ ഹാൻഡ് എടുത്തിട്ട് അയാളുടെ പൊക്കളിന് മുകളിൽ നേവലിന് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ വെക്കും. അടുത്ത കൈ കൊണ്ട് നമ്മൾ എന്താണ് ഇതിലേക്ക് ഇങ്ങനെ വെക്കും. അതിനുശേഷം അകത്തേക്ക് മുകളിലേക്കും എന്നോട്ടില്ല, അതായത് ഒരു ജെ ടൈപ്പിലേക്ക് നമ്മൾ അകത്തോട്ടൊരു പ്രഷർ, മുകളിലേക്ക് ഒരു പ്രഷർ, അങ്ങനെ നമ്മൾ ഹെംലിച്ച് മാനുവർ ഒരു 5 എണ്ണം ചെയ്യണം. സ്വാഭാവികമായിട്ട് സാധനം പുറത്ത് വരും. എപ്പോൾ പുറത്ത് വരുന്നു അതുവരെ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം.